ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം ഇത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ സത്യം ഗ്രഹിക്കുന്നതാകട്ടെ എന്ന് പറയുകയാണ്. സത്യഗ്രഹണത്തിനുള്ള പാടവം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ നൽകണം. ഇത് ബോധപൂർവം വേണം ചെയ്യാൻ. എന്താണ് സത്യം, ഏതാണ് അസത്യം, അത് നന്നായി തിരിച്ചറിയണം. എന്നിട്ട് വേണം അതിൽ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അർജുന, ഏതൊരുവൻ്റെ ഇന്ദ്രിയങ്ങൾ എല്ലാവിധ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രണാതീതമായി ഭവിച്ചിട്ടുള്ളതാണോ അവൻ്റെ ബുദ്ധി ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് യാതൊരുവനാണോ എല്ലാവരും ഉണർന്നിരിക്കുന്നതിലേക്ക് ഉറങ്ങിയിരിക്കുന്നത് അവനെ മുനി എന്ന് പറയുന്നു. നാം ആരെന്നറിയാൻ മുനി സദാ ജാഗരൂകനായിരിക്കുന്ന സമയത്ത് ഒരുവൻ നാം ആരെന്നറിയാതെ ഇരിക്കുന്നു. നിദ്ര അജ്ഞാനമാണ്. ഗുഡാകേശൻ എന്ന് ഭഗവാൻ വ്യാസൻ അർജുനനെ പേര് ചൊല്ലി വിളിച്ചത് നിദ്രയെ ജയിക്കാൻ പോന്നവൻ എന്ന അർത്ഥത്തിലാണ്. തപസ് എന്ന് പറഞ്ഞാൽ അടക്കമാണ്. ഇന്ദ്രിയങ്ങളുടെ ബോധപൂർവമായ അടക്കം അല്ല, കെട്ടിയിടലല്ല. ഏതു പ്രകാരമാണോ സമുദ്രത്തിലേക്ക് നാനാവിധമായ ഭാഗങ്ങളിൽ നിന്ന് നദികൾ വന്നു ചേർന്ന് സമുദ്രത്തിൻ്റെ സഹജമായ ഭാവത്തിന് ഒരൽപ്പം പോലും ഏറ്റക്കുറച്ചിലുണ്ടാകാത്തത്, ഇതുപോലെ വൈവിധ്യമാർന്ന വിഷയങ്ങളും കാമനകളും എന്തൊക്കെ നമ്മിൽ വന്നു ചേർന്നാലും നമ്മുടെ നിൽപ്പിന് ഒരിളക്കവും ഉണ്ടാകാതെ നിലകൊള്ളണം എന്ന് പറയുന്നു. എല്ലാം ആനന്ദത്തിനുള്ളതാകുന്നു. ആചാര്യസ്വാമി ഒരിടത്ത് പറയുന്നു, യത് സൗഖ്യം ബുദ്ധിലേശത ഇമേ ശക്രാദയോ നിർവൃത. ഏതൊരു സുഖസമുദ്രത്തിൻ്റെ അല്പമാത്രമായതിന് നുകർന്നിട്ടാണോ ഇന്ദ്രാദിദേവന്മാർ നിർവൃതി അടയുന്നത്, അത് ഈ സമുദ്രത്തിലാണ്. അതാണ് ശ്രീനാരായണ ഗുരു ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് പറഞ്ഞത്. പ്രപഞ്ചം തന്നെയാണ് ഈ സമുദ്രം. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ ഈ ലോകം തന്നെ വിട്ട് വേറെ ഏതെങ്കിലും ഒരു അനുഭവ മണ്ഡലത്തിലേക്കല്ല, ഇവിടെ തന്നെ അതിനെ സാക്ഷാത്കരിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.